അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസ്മിയെക്കുറിച്ച്, അതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നാം കേട്ട് മനസ്സിലാക്കി. ബിസ്മി കഴിഞ്ഞാൽ പിന്നീട് തുടങ്ങുന്നത് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. ഒരു റബ്ബ് എത്ര പരിശുദ്ധനാണ്! സന്മാർഗത്തിന്റെ നബിയാകുന്ന, പ്രവാചകനാകുന്ന പൂർണ്ണചന്ദ്രനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച ഒരുത്തന്റെ പരിശുദ്ധിയെ സമ്മതിക്കുന്നു. ആ ഒരു റബ്ബ് എത്ര പരിശുദ്ധനാണ്! വഅഖ്റജഹു വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഈ ലോകത്തിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വസമ്മാഹു മുഹമ്മദ. ആ പ്രകാശത്തിന് അല്ലാഹു തആല മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ, ആ പ്രകാശത്തിന് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചതിന്റെ ശേഷം മഹാനായ ആദം നബി അലൈഹിസ്സലാം അർശിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ അവിടെ കണ്ടത് എന്താണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് അർശിന്റെ മുകളിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം കണ്ടത്. അതേപോലെ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ മുകളിൽ കണ്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വാചകമായിരുന്നു. അവ ഏറ്റവും പരിശുദ്ധമായ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ പടച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന് ഒരുപാട് നാമങ്ങൾ, ഒരുപാട് പേരുകൾ അല്ലാഹുവിനുമുണ്ട്. അതേപോലെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പേരുകളുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, മൻ ഉലിദ ലഹു മൗലൂദൻ ഫസമ്മാഹു മുഹമ്മദ ഹുബ്ബൻ ലി തബറുകം ബിഇസ്മി കാന
ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. ആരെങ്കിലും കുട്ടി ഉണ്ടായാൽ, ആർക്കെങ്കിലും കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി മുഹമ്മദ് എന്ന പേര് ആരെങ്കിലും വെക്കുകയാണെങ്കിൽ കാന ഹുവ വമൗലുദുഹു ഫിൽ ജന്ന, അവനും മകനും സ്വർഗത്തിലാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ മുഹമ്മദ് എന്നാണ് ആദം നബി അലൈഹിസ്സലാം അർശിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടതും സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കണ്ടതും. അപ്പൊ ആ നൂർ, ആ പ്രകാശത്തിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ പടച്ചിട്ടുണ്ട്. വഅഖ്റജഹു ഫീ ആഖിരിസ് സമാനി കമാ ഖദ്ദറ വഅബദ. ആഖിറുസ് സമാനിലെ അവസാനത്തെ പ്രവാചകർ ഉദയം ചെയ്യേണ്ട സമയത്ത് അല്ലാഹു തആല ഉദിപ്പിച്ചു. അങ്ങനെയാണ് അല്ലാഹുവിന്റെ തീരുമാനം. കമാ ഖദ്ദറ വഅബദ, മുമ്പേ കണക്കാക്കിയതുപോലെ അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. വഅൽബസഹു ഖിൽഅത്തൽ ജമാലില്ലതി ലം യുൽബിസുഹാ അഹദ. ആ നൂറിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അണിയിച്ചു കൊടുക്കുകയും ചെയ്തു. അഴകിന്റെ സ്ഥാനവസ്ത്രത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ നൂറിനെ അണിയിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്ങനത്തതാണത്? അങ്ങനെയുള്ള ഒരു സ്ഥാനം ഒരാൾക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഴകാർന്ന സ്ഥാന വസ്ത്രം അല്ലാഹു തആല അണിയിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അഴകിന്റെ വസ്ത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അണിയിച്ചു കൊടുത്തത്. ബാഹ്യമായ ശാരീരിക സൗന്ദര്യവും ആന്തരികമായ സ്വഭാവ ഗുണങ്ങളും പരിപൂർണമായ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലത്തെ സൗന്ദര്യം ഒരാൾക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അത്രയും സൗന്ദര്യത്തിന്റെ ഉടമയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ അത്രയും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ്, എല്ലാ നിലക്കും സൗന്ദര്യത്തിന്റെ ഉടമയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അമ്പിയാക്കൾക്കും ഒരു റസൂലിനും അത്രക്കുള്ള ഒരു സൗന്ദര്യം അല്ലാഹു തആല നൽകിയിട്ടില്ല. നാമൊക്കെ കേട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. ഈജിപ്തിലെ പെണ്ണുങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീബി ഒരു പഴം കൊടുത്ത് സ്ത്രീകൾക്ക് കത്തി കൊടുത്തപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലൂടെ നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പഴവും കൈപ്പറ്റി അടക്കം മുറിച്ചു കളഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് ഇത് മലക്കാണോ മനുഷ്യനാണോ എന്ന് പറഞ്ഞു പോയി. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെക്കാളും ഏറ്റവും വലിയ അഴകുള്ള സൗന്ദര്യവാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൈപറ്റി ഈജിപ്തിലെ പെണ്ണുങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ
എൻ്റെ ഹബീബിനെ കണ്ടിരുന്നുവെങ്കിൽ അവർ കരൾ തന്നെ പറിച്ചെടുക്കുമായിരുന്നു എന്നൊക്കെ കാണാം. അത്രക്കും സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.